കൊച്ചിയിലെ അതിപുരാതനമായ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഒന്നാണ് ഇടക്കൊച്ചിയിലെ സെൻറ്റ് ലോറൻസ് ദേവാലയം. കൊടുങ്ങല്ലൂരിൽ നിന്നും മാർത്തോമാ ക്രിസ്ത്യാനികൾ കൊച്ചിയിലേക്ക് പലായനം ചെയ്ത് മട്ടാഞ്ചേരി, മനാശ്ശേരി, ഇടക്കൊച്ചി എന്നീ 3 പ്രദേശങ്ങളിലായി താമസിക്കുകയും ഈ 3 കേന്ദ്രങ്ങളിലും അവർ 3 ആരാധനാ ആലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 9-ാം നൂറ്റാണ്ടിൽ തന്നെ ഇടക്കൊച്ചിയിൽ തടി കൊണ്ട് നിർമ്മിച്ച ഒരു ക്രിസ്തീയ ദേവാലയം ഉണ്ടായിരുന്നു. പൂജ രാജാക്കന്മാരുടെ നാമധേയത്തിലായിരുന്നു ഈ പുരാതന ദേവാലയം. 1199 തടി കൊണ്ട് നിർമ്മിതമായ ഈ ദേവാലയം പുനർനിർമ്മിച്ചു എന്നും പറയപ്പെടുന്നു. പിന്നീട് 1222 അതേ സ്ഥാനത്ത് മറ്റൊരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. 1122 മാർത്തോമാ ക്രിസ്ത്യാനികൾ ഇവിടെ പുനർനിർമ്മിച്ച ദേവാലയം 280 വർഷക്കാലം മാത്രമേ ഇവിടെ നിലനിന്നിരുന്നുള്ളൂ. അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ അനുവർത്തിച്ചു വരികയും അക്കാലം വരെ ചെയ്തിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ആരാധനാലയത്തിനും ആരാധനാക്രമത്തിനും കാതലായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ വരവോടെ ഇടക്കൊച്ചിയിലെ മാർത്തോമാ ക്രിസ്ത്യാനികൾ കത്തോലിക്കാ സഭയിൽ ചേരുകയും ലത്തീൻ ആരാധനക്രമം സ്വീകരിക്കുകയും ചെയ്തു. 1504 ഇടവക ദേവാലയം പുതുക്കിപ്പണിയുകയും രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസിൻ്റെ നാമധേയത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. തെക്ക് ആലപ്പുഴ പുറക്കാട് മുതൽ വടക്ക് പള്ളുരുത്തി വരെയുള്ള ദേവാലയങ്ങളുടെ മാതൃദേവാലയമാണ് ഇടക്കൊച്ചി സെൻറ്റ് ലോറൻസ് ദേവാലയം. 1663 ഡച്ചുകാർ കൊച്ചിയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ പോർച്ചുഗീസുകാരുടെ ഒട്ടുമിക്ക ദേവാലയങ്ങളും സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ ഈ ദേവാലയവും ഭാഗികമായി തകർക്കപ്പെട്ടു. 1709 കൊച്ചി മെത്രാനായിരുന്ന ഡോം പെദ്രോ പെക്കച്ചോ ഡച്ച് സിവിൽ അധികാരികളുടെ അനുമതിയോടുകൂടിയാണ് ഇടക്കൊച്ചിയിലെ ഈ ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടത്. അതിമനോഹരമായ കൈതപ്പുഴക്കായലിൻ്റെ തീരത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാരെ കാസ്റ്റല്ലോ എന്ന പേരിൽ ചെറിയ ഒരു കോട്ട കെട്ടിയാണ് ഈ ദേവാലയവും ഈ പരിസരവും സംരക്ഷിച്ചിരുന്നത്. ഈ കോട്ട കെട്ടി സംരക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശം 2 രാജ്യങ്ങളുടെ അതിർത്തിയായിരുന്നു. എൻ്റെ പുറകുവശം കാണുന്ന അരൂർ ഭാഗം തിരുവിതാംകൂർ രാജ്യവും നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം കൊച്ചി രാജ്യവുമായിരുന്നു. മർമ്മപ്രധാനമായ അതിർത്തി പങ്കിടുന്നത് കൊണ്ടാണ് കോട്ട കെട്ടി സംരക്ഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഡച്ചുകാരുമായിട്ടുള്ള പോർച്ചുഗീസുകാരുടെ യുദ്ധത്തിൽ ഈ കായലിൽ വെച്ച് നടന്ന ഘോരമായ യുദ്ധത്തിൽ ഈ കോട്ട നിശേഷം തകർക്കപ്പെട്ടു. ഇതാണ് പള്ളിയുടെ കൊടിമരം. ഈ കൊടിമരത്തിലാണ് തിരുനാളുകളിൽ കൊടികൾ ഉയർത്തുന്നത്. ഞങ്ങളുടെ ഈ കൊടിമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പഴയ പോർച്ചുഗീസ് കപ്പലിൻ്റെ കൊടിമരം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നു. നിങ്ങൾ പഴയ കപ്പലുകളുടെ കൊടിമരത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. കൊടിമരത്തിൻ്റെ മുകളിലായി ഒരാൾക്ക് കയറി നിന്നുകൊണ്ട് കപ്പലിന് ചുറ്റും ഉള്ള സ്ഥലങ്ങളും മറ്റു കപ്പലുകളും വീക്ഷിക്കാനുള്ള സ്ഥലമുണ്ടാകും. ഞങ്ങളുടെ കൊടിമരത്തിലും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. പക്ഷേ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിപ്പിക്കുന്ന ഇരുമ്പ് ചട്ടുകങ്ങളുടെ മാതൃകയാണ് അവിടെ പതിപ്പിച്ചിരിക്കുന്നത്.
മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രം നിലനിൽക്കുന്നതുകൊണ്ട് പള്ളിക്ക് മുമ്പിൽ പഴയ മാർത്തോമ കുരിശ് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, പഴയ പോർച്ചുഗീസ് ടസ്കൻ മാതൃകയിലാണ് ഈ കുരിശിൻ്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടസ്കൻ മാതൃകയുടെ പ്രത്യേകത, ഇതിന് 8 അറകളുണ്ട്. ഈ 8 അറകൾക്ക് ഉള്ളിലായി സ്ഥാപിച്ചിരിക്കുന്ന തൂണിൽ 2 ചിരാതുകൾ കാണാനായിട്ട് സാധിക്കും. രാത്രികാലങ്ങളിൽ ഈ ചിരാതുകൾ തെളിക്കുമായിരുന്നു. ഇത് തെളിക്കുന്നതിൻ്റെ ഉദ്ദേശം രാത്രികാലങ്ങളിൽ ഈ പുഴയിലൂടെ കടന്നു പോകുന്നവർക്ക് ദിക്കറിയുന്നതിന് വേണ്ട സൗകര്യത്തിന് വേണ്ടിയായിരുന്നു ഈ ചിരാതുകൾ തെളിച്ചിരുന്നത്. പഴയ പോർച്ചുഗീസ് പള്ളികളുടെ മുമ്പിലെല്ലാം ഇതുപോലെ മനോഹരമായ വട്ടക്കല്ലുകൾ കാണാനായിട്ട് സാധിക്കും. വട്ടക്കല്ലാണ് എന്ന് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വട്ടത്തിലുള്ളതല്ല. പല പള്ളികളിലും പല വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലാണ് ഈ വട്ടക്കല്ലുള്ളത്. ഈ വട്ടക്കല്ലെന്ന് പറയാൻ തന്നെ കാരണം ഒരു വട്ടമേശ സമ്മേളനം എന്ന രീതിയിൽ തന്നെയാണ്. കാരണം പണ്ട് കാലത്ത് ഇടവകയിൽ എന്തെങ്കിലും തർക്കവും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ വികാരിയച്ഛനാണ് പരിഹാരം കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വികാരിയച്ഛൻ ഒരു വട്ടമേശ സമ്മേളനം പോലെ ഈ വട്ടക്കല്ലിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടും. അവിടെ വെച്ചാണ് പലരുടെയും മുമ്പിൽ വെച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതിനുശേഷം ആ തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കെല്ലാം വികാരിയച്ഛൻ പരിഹാരം നൽകുകയും ചെയ്യുന്നത്. നമ്മളിവിടെ കാണുന്ന നമ്മുടെ ഈ വട്ടക്കല്ലും പഴയ പോർച്ചുഗീസ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് പള്ളിയുടെ മുഖപ്പ്. അതിമനോഹരമായ രീതിയിലാണ് ഈ പള്ളിയുടെ മുഖപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇൻഡോ പോർച്ചുഗീസ് വാസ്തുശൈലിയിൽ പരമ്പരാഗത ഗോതിക് ബാറോക്ക് രീതിയിലാണ് പള്ളിയുടെ മുഖപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇൻഡോ പോർച്ചുഗീസ് വാസ്തുശൈലിയിലാണ് പള്ളിയുടെ മുഖപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കാരണം, അക്കാലത്ത് പോർച്ചുഗീസ് മെത്രാന്മാരും വൈദികരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അവരുടെ സ്വാധീനം പള്ളിയുടെ നിർമ്മാണത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഡോ പോർച്ചുഗീസ് എന്ന വാക്ക് ചേർക്കാൻ കാര്യം, പണിക്കാരെല്ലാവരും ജോലിക്കാരെല്ലാവരും ഇന്ത്യക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചില സ്വാധീനങ്ങളും പള്ളിയുടെ ഈ നിർമ്മാണത്തിൽ കാണാനായിട്ട് സാധിക്കും. കൂടാതെ ബാറോക്ക്, ഗോത്തിക് തുടങ്ങിയ പാരമ്പര്യ രീതിയിലാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പേർഷ്യൻ, സിറിയൻ ചില രീതികളും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. കാരണം ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്നത് മാർത്തോമ ക്രിസ്ത്യാനികളായിരുന്നു. അതുകൊണ്ട് തന്നെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചില സ്വാധീനങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പേർഷ്യൻ, സിറിയൻ സ്വാധീനങ്ങൾ ഇതിലുണ്ടെന്നുള്ളത്. ഈ തൂണുകളിൽ കാണുന്ന ചെറിയ ചിത്രപ്പണികൾ, കൊത്തുപണികൾ, ഇതൊക്കെയെല്ലാം പരമ്പരാഗത മാർത്തോമ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് പേർഷ്യൻ, സിറിയൻ സ്വാധീനം ഉണ്ട് എന്ന് പറയുന്നതിന് കാരണം. പള്ളിയുടെ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്ന കൽക്കുരിശ്, അത് മാർത്തോമ കുരിശാണ്. അത് ഒറ്റക്കല്ലിൽ തീർത്ത കുരിശാണ്. അത് ഒരു പൊഴിയിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിന് താഴെയായി ലാറ്റിൻ ഭാഷയിൽ അത് ഓണറേം സാന്തി ലൗറന്തി മാർത്തേറീസ് എന്നെഴുതിയിട്ടുണ്ട്. അതായത് രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസിൻ്റെ ബഹുമാനാർത്ഥം AD 1504 പുനർനിർമ്മിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ഈ മുഖപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്നത്. രണ്ടാമത്തെ ഭാഗത്തും മൂന്നാമത്തെ ഭാഗത്തുമായിട്ട് വിവിധ വർണ്ണങ്ങളിലുള്ള ജനലുകൾ കാണാനായിട്ട് സാധിക്കും. ഈ വിവിധ വർണ്ണങ്ങളിലുള്ള ജനലുകൾ ഒട്ടുമിക്ക പോർച്ചുഗീസ് പള്ളികളിലും കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അത് രാവിലെ ദിവ്യബലി അർപ്പിക്കുമ്പോൾ പ്രഭാത കിരണങ്ങൾ ഈ ജനലിൽ പതിച്ച് ഈ വിവിധ കളറിലുള്ള കിരണങ്ങൾ അൾത്താരയിൽ പതിക്കും. ഇത് അൾത്താരയെ കൂടുതൽ മനോഹരമാക്കി മാറ്റും. അതുകൊണ്ടാണ് വിവിധ കളറിലുള്ള ചില്ലുകൾ ഈ ജനലുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും താഴത്തെ ഭാഗത്താണ് പ്രധാന വാതിൽ, നമ്മൾ ആനവാതിൽ എന്ന് വിളിക്കുന്ന പ്രധാന വാതിലും അതിനോടനുബന്ധിച്ച് 4 ചെറിയ വാതിലുകളും കാണാനായിട്ട് സാധിക്കും. ഈ ആനവാതിലും വശങ്ങളിലുള്ള ചെറിയ വാതിലുകളുമെല്ലാം തേക്കിൽ നിർമ്മിച്ചതാണ്. ഇനി ഇവിടെ കാണുന്ന മധ്യഭാഗത്തായിട്ട് 6 തൂണുകൾ കാണാനായിട്ട് സാധിക്കും. ഈ വാതിലുകളുടെ ഭാഗത്ത് ഈ ഓരോ തൂണുകൾക്കിടയിലായിട്ട് മെഴുകുതിരിയുടെ രീതിയിൽ ഒരു പണി അവിടെ കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മെഴുകുതിരികൾ കാണാനായിട്ട് പറ്റും. അതിൻ്റെ മുകളിലത്തെ തൂണുകളിൽ ഒരു വാളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള തൂണുകളിൽ കുന്തം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താഴത്തെ നിരയിൽ മെഴുകുതിരികൾ സൂചിപ്പിക്കുന്നത് ഈ ദേവാലയം ഈ നാടിൻ്റെ പ്രകാശമാണെന്നാണ്. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന വാളുകളും അതുപോലെ തന്നെ കുന്തങ്ങളും ഇത് സൂചിപ്പിക്കുന്നത് ഈ ദേവാലയം ഈ നാടിന് സംരക്ഷണമാണെന്നാണ്. അപ്പോൾ ഈ 500 വർഷം മുമ്പ് പണിത ഈ മുഖപ്പിൽ അത് പണിത ശില്പികളും അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്തവരും ഉദ്ദേശിച്ച ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊന്നും ഈ കാലത്ത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാലും
പലരിൽ നിന്നും ചോദിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇതാണ് പള്ളിയുടെ മണിമാളിക. പരമ്പരാഗത ബറോക്ക് ശൈലിയിലാണ് ഈ മണിമാളിക നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 4 നില കെട്ടിടത്തിൻ്റെ ഉയരം ഈ മണിമാളികയ്ക്കുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മണി വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. എന്നും രാവിലെ, എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് കപ്പ്യാർ ആ മണി മുഴക്കും. അത് രാവിലെയുള്ള ആ മണിമുഴക്കം ഒത്തിരിയേറെ പ്രദേശങ്ങളിൽ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് പള്ളിയുടെ കിഴക്ക് വശത്തുള്ള കുമ്പളം, പനങ്ങാട് പ്രദേശങ്ങളിലും പള്ളിയുടെ തെക്ക് വശത്തുള്ള അരൂർ ഭാഗങ്ങളിലും പടിഞ്ഞാറ് വശത്തുള്ള കുമ്പളങ്ങി ഭാഗങ്ങളിലുമെല്ലാം ഈ മണിമുഴക്കം കേൾക്കാറുണ്ട്. ഇത്ര വലിയ ശബ്ദം ഈ മണിക്ക് വരാൻ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ മറ്റു മണികളെല്ലാം നാക്കിൽ റോപ്പ് കെട്ടിയാണല്ലോ നമ്മൾ അടിക്കുന്നത്. എന്നാൽ ഈ മണി മുഴക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഈ മണി മൊത്തമായി ആട്ടിയാണ് മുഴക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വലിയ ശബ്ദം ഈ മണി പുറപ്പെടുവിക്കുന്നത്. ഇതാണ് പള്ളിയുടെ ഉൾവശം. ഇവിടുത്തെ വാതിലുകളും ജനലുകളും എല്ലാം തേക്കിൻ തടിയിലാണ് തീർത്തിരിക്കുന്നത്. മാത്രമല്ല ജനലുകളിലെയും വാതിലുകളിലെയും ഓടാമ്പലുകൾ, താക്കോലുകൾ, താഴുകൾ എല്ലാം ആ പഴയ രീതിയിലുള്ളതാണ്. തീർച്ചയായിട്ടും അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നും. ഈ ദേവാലയത്തിൻ്റെ ഭിത്തി അത് 1.5 മീറ്റർ കനമുണ്ട്. 1.5 മീറ്റർ കനത്തിൽ വെട്ടുകല്ലുകൾ കൊണ്ടും അതുപോലെ തന്നെ സുർക്കി, കുമ്മായം ഇതൊക്കെ ചേർത്താണ് ഈ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കോട്ടയുടെ ഉറപ്പ് ഈ ദേവാലയത്തിന് ഈ പണിയുന്ന സമയത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഈ ദേവാലയത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായി തേക്കിൽ തീർത്ത സീലിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സീലിംഗിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പലകകൾ 10-12 മീറ്റർ നീളമുള്ള ഒറ്റ പലകകളാണ്. അതായത് അത്ര നല്ല വലിയ മരങ്ങളിൽ നിന്നാണ്, തേക്ക് മരങ്ങളിൽ നിന്നാണ് ഈ പലകകളെല്ലാം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിനകത്ത് പുറകിലായി വിശുദ്ധ ലോറൻസിൻ്റെയും അതുപോലെ തന്നെ പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെയും രൂപങ്ങളും അത് ഇരിക്കുന്ന ജെറോളകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ദേവാലയത്തിന് ചുറ്റും ഉള്ള കുരിശിൻ്റെ വഴിയുടെ ചിത്രങ്ങൾ 1783 ന്യൂയോർക്കിലെ ലിയോണാർഡിൽ നിന്നും കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. ഇതാണ് പള്ളിയുടെ അൾത്താര. അതിമനോഹരമായിട്ടാണ് ഈ അൾത്താര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ദേവാലയം പണിയുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തായിരുന്നില്ല അൾത്താര. എൻ്റെ മുന്നിലായി അർദ്ധവൃത്താകൃതിയിലായിരുന്നു അൾത്താര നിർമ്മിച്ചിരുന്നത്. അതിൽ പ്രധാന അൾത്താര നടുവിലും ഇരുവശങ്ങളിലുമായി 2 ചെറിയ അൾത്താരകളും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചെറിയ അൾത്താര വലതുവശത്തും പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ ചെറിയ അൾത്താര ഇടതുവശത്തും കാണാനായിട്ട് സാധിക്കും. വത്തിക്കാൻ സെക്കൻഡ് സുനകദോസിന് മുമ്പായി വൈദികർ ഈ ചെറിയ അൾത്താരകളിൽ ദിവ്യബലി അർപ്പിക്കുമായിരുന്നു. എന്നാൽ സുനകദോസിന് ശേഷം ആ പതിവ് തുടരുന്നില്ല. ഇടവക വലുതായി ഒത്തിരിയേറെ ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ സ്ഥലപരിമിതി ഉണ്ടായി. ആ സമയത്ത് 1968 അന്നത്തെ വികാരിയായിരുന്ന മോൺസിഞ്ഞോർ മൈക്കിൾ കടവിപ്പറമ്പിൽ ഈ ദേവാലയത്തിൻ്റെ അൾത്താര ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പുതിയൊരു ബിൽഡിംഗ് പണിയുകയും അതിൻ്റെ പിന്നിലായി ഈ അൾത്താര അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താതെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അൾത്താര പുനഃസ്ഥാപിച്ചതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ദിവ്യബലി അർപ്പണത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി മോൺസിഞ്ഞോർ മൈക്കിൾ കടവിപ്പറമ്പിൽ ഇരുവശങ്ങളിലുമായി ബിൽഡിങ് നീട്ടുകയും ചെയ്തു. തൽഫലമായി ആകാശത്ത് നോക്കുമ്പോൾ പള്ളിയുടെ രൂപം ഒരു കുരിശാകൃതിയിൽ കാണാനായിട്ട് സാധിക്കും. ഇൻഡോ പോർച്ചുഗീസ്, പേർഷ്യൻ കൊത്തുപണികൾ ഈ അൾത്താരയിൽ കാണാനായിട്ട് സാധിക്കും. ഈ അൾത്താരയിൽ കാണുന്ന എല്ലാ കൊത്തുപണികളും മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അന്ന് സുലഭമായി ലഭിച്ചിരുന്ന മുന്തിയ ഇനം തേക്കിലാണ് ഈ കൊത്തുപണികളെല്ലാം
ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിലായി പരിശുദ്ധാത്മാവിൻ്റെ രൂപം മരത്തിൽ തീർത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ചുറ്റുമുള്ള പെയിൻറ്റിങ് പിന്നീട് വന്നതാണ്. പിന്നെ കാണുന്നത് ഒരു മാലാഖയുടെ രൂപം മരത്തിൽ കൊത്തിയിട്ടുണ്ട്. ഇരുവശങ്ങളിലുമായി 2 മാലാഖമാർ കാഹളം ഊതുന്നത് മരത്തിൽ കൊത്തിയിട്ടുണ്ട്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ലോറൻസിൻ്റെ തിരുസ്വരൂപം മരത്തിലാണ് കൊത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇരുവശങ്ങളിലുമായി റോക്കി പുണ്യാളൻ്റെയും യൂദാശ്ലീഹായുടെയും രൂപങ്ങളും മരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നടുവിലായിട്ട് കാണുന്ന കുരിശുരൂപം മരത്തിലാണ്. എന്നാൽ തിരുനാൾ ദിവസങ്ങളിൽ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്ന ആനക്കൊമ്പിൽ തീർത്ത കുരിശുരൂപമാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ആ സമയം ഈ മരത്തിൻ്റെ കുരിശ് ഇവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും. മാത്രമല്ല, ഇവിടെ കാണുന്ന എല്ലാ ഡിസൈൻ വർക്കുകളും, മരത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഡിസൈൻ വർക്കുകളും ഇൻഡോ പോർച്ചുഗീസ് പേർഷ്യൻ ബന്ധം സൂചിപ്പിക്കുന്നതാണ്. പേർഷ്യയിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നും വന്ന വിദഗ്ധരായിട്ടുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിലെ മരത്തിൽ ചെയ്ത കൊത്തുപണികളാണ് ഈ അൾത്താരയിൽ നമ്മൾ കാണുന്നത്. ഈ തൂണുകൾ പോർച്ചുഗീസ് സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന ഈ പൂക്കളുടെയും ഇലകളുടെയും ഒക്കെ ഡിസൈൻ അത് പേർഷ്യൻ സിറിയൻ ശൈലിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം പരമ്പരാഗത സുറിയാനി പള്ളികളിലെല്ലാം ഇതേപോലുള്ള ഡിസൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഈ അൾത്താരയുടെ വലിയ പ്രത്യേകത. മാത്രമല്ല, ഈ അൾത്താരയിൽ ഗോൾഡൻ പെയിൻസ് ആണ് എല്ലാം കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ആ ഒരു സ്വർഗീയ അനുഭവം നമുക്കുണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് ഗോൾഡൻ പെയിൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 6 തിരിക്കാലുകൾ, ഇത് അതിൻ്റെ പാരമ്പര്യം, സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതാണ്. ഇത് നഷ്ടപ്പെടാതെ ഇന്നും ഈ പള്ളിയിൽ ഈ തിരിക്കാലുകൾ ഈ സക്രാരിക്ക് അപ്പുറം ഇപ്പുറമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഔസപിതാവിൻ്റെയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെയും 2 രൂപങ്ങൾ കൂടി ഈ അൾത്താരയുടെ ഇരുവശങ്ങളിലുമായിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, സക്രാരിക്ക് താഴെ അതിമനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ പെയിൻറ്റിംഗ് ആണ് അത്. കൊച്ചിയിലെ പ്രശസ്തനായ, അദ്ദേഹം നിര്യാതനായി, KX ജെറോം, അദ്ദേഹം ചർച്ച് പെയിൻറ്റിങ്ങിൽ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു കൊച്ചിയിൽ. അദ്ദേഹം വരച്ച അതിമനോഹരമായ അന്ത്യത്താഴത്തിൻ്റെ ചിത്രമാണ് നമ്മൾ ഈ താഴെ കാണുന്നത്. പള്ളിയുടെ നിർമ്മാണത്തെ മനോഹരമാക്കുന്നതാണ് പള്ളിക്ക് ചുറ്റുമുള്ള ഉയരത്തിലുള്ള ഈ ബാൽക്കണി പള്ളിയുടെ ചുറ്റുവശത്തും ഉണ്ടായിരുന്നു. പരമ്പരാഗത പോർച്ചുഗീസ് പള്ളികളിലെല്ലാം ഇതുപോലെ ബാൽക്കണി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അച്ഛന്മാർ പണ്ട് കാലത്ത് അൾത്താരയുടെ പിൻവശത്തുള്ള മുറികളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈദികർക്ക് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം ഇതിലൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അച്ഛന്മാരെ കാണാനായിട്ട് വരുന്നവരും വിശ്രമിച്ചിരുന്നതെല്ലാം ഈ സ്ഥലങ്ങളിലായിരുന്നു. കൂടാതെ കൊയർ റൂമിലേക്ക്, പള്ളിയുടെ അകത്ത് പുറകിലായിട്ടുള്ള കൊയർ റൂമിലേക്ക് പോകുന്നതും ഈ വഴിയിലൂടെയായിരുന്നു. എന്നാൽ പിന്നീട് 1968 അൾത്താര നവീകരിച്ചപ്പോൾ പള്ളിയുടെ പുറകിൽ അൾത്താരയ്ക്ക് പിന്നിലായിട്ടുണ്ടായിരുന്ന ബാൽക്കണി എടുത്തു മാറ്റി. പകരം ഇപ്പോൾ ഈ 2 വശങ്ങളിലും, പള്ളിയുടെ വടക്ക് വശത്തും തെക്ക് വശത്തും മാത്രമേ ഈ ബാൽക്കണി ഇപ്പോൾ നിലവിലുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിമേടയിലാണ്. പള്ളിയുടെ മനോഹാരിത കൂട്ടുന്നതാണ് പള്ളിയോടൊപ്പം നിർമ്മിക്കപ്പെട്ട ഈ പള്ളിമേടയും. ബാറോക്ക് രീതിയിലാണ് ഈ പള്ളിമേട നിർമ്മിച്ചിരിക്കുന്നത്. 2 നിലകളാണ് പള്ളിമേടയ്ക്കുള്ളത്. മുകൾ വശത്ത് വൈദികർ താമസിക്കുന്നു. മുകൾ വശത്തെ ഫ്ലോറ് പലക കൊണ്ട്, തേക്കിൻ്റെ കാതൽ കൊണ്ട് നിർമ്മിച്ചതാണ്. അത് ഇന്നും ഒരു കുഴപ്പവും കൂടാതെ ഭംഗിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ഈ താഴത്തെ ഭാഗത്ത് പ്രധാനമായിട്ടും 3 മുറികളാണുള്ളത്. ഒന്നാമത്തെ മുറി, എൻ്റെ പിന്നിലുള്ള ഈ ഒന്നാമത്തെ മുറി ഇടവക മ്യൂസിയമാണ്. അതിൽ പണ്ട് കാലത്ത് പോർച്ചുഗീസിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുർബാന കുപ്പായങ്ങൾ, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം, ഹീബ്രു ബൈബിള്, ലാറ്റിൻ ബൈബിള്, ഗ്രീക്ക് ബൈബിള്, കാസ, കുസ്തോതി, വീഞ്ഞും വെള്ളം എടുക്കുന്ന പാത്രങ്ങൾ, പിന്നെ പള്ളിയുടെ കണക്കുകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന താളിയോലകൾ, കൂടാതെ ദൈവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്ത് ഉപയോഗിച്ചിരുന്ന കസേരകൾ, അദ്ദേഹത്തിൻ്റെ മറ്റു വസ്തുക്കൾ, ഇതൊക്കെയെല്ലാം ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിലായി കാണുന്ന ഈ 2ാമത്തെ മുറിയിലാണ് ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിൻ്റെ നാമകരണ നടപടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുന്നിലായിട്ട് കാണുന്നത് പള്ളിയുടെ നിക്ഷേപമാണ്. അതിനകത്ത് ഇവിടെ പള്ളിയുടെ സ്വത്താണ് അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. സ്വർണത്തിൻ്റെ കുരിശുകൾ, വെള്ളിക്കുരിശുകൾ,
വെള്ളിയിൽ നിർമ്മിച്ച തിരിക്കാലുകൾ, അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ച ഈശോയുടെ വിശുദ്ധ കുരിശ്, ആനക്കൊമ്പിൽ തീർത്ത വിശുദ്ധ കുരിശ്, അതുപോലെ തന്നെ ആനക്കൊമ്പിൽ തീർത്ത മാതാവിൻ്റെ സാൽവേ രൂപം, അങ്ങനെ ഒത്തിരിയേറെ വിശിഷ്ട വസ്തുക്കൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിക്ഷേപമാണ് ഏറ്റവും മുന്നിലുള്ളത്. ഈ ദേവാലയത്തിന് തൊട്ടു പിന്നിലായി ബറാക്ക് മാതൃകയിൽ മറ്റൊരു ദേവാലയം കാണാം. കൊച്ചി മെത്രാന് തൻ്റെ അജപാലന കർമ്മം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഗ്രിഗറി 11 പാപ്പ തൻ്റെ തിരുവുത്തരവ് അനുസരിച്ചുകൊണ്ട് കർമ്മലീത്തരെ അജപാലനത്തിനായി നിയോഗിച്ചപ്പോൾ നിർമ്മിച്ചതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദേവാലയം. 1886 കൊച്ചി രൂപത പുനഃസംഘടിപ്പിച്ചപ്പോൾ ആ ദേവാലയം ശിമത്തേരി പള്ളിയാക്കി മാറ്റി. മോൺസിഞ്ഞോർ പുളിയനത്തച്ഛൻ്റെ ഭൗതിക ശരീരം വിശ്രമിക്കുന്നത് ആ ദേവാലയത്തിലാണ്. ഇടക്കൊച്ചി സെൻറ് ലോറൻസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദൈവദാസൻ ലോറൻസ് അച്ഛൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. വിശുദ്ധ ലോറൻസിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ദേവാലയം ഇന്ന് ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്നത് ദൈവദാസൻ ലോറൻസ് അച്ഛൻ്റെ പേരിലാണ്. 33 വർഷം ഈ ഇടവകയുടെ സഹവികാരിയായും വികാരിയായും സേവനമനുഷ്ഠിച്ച ലോറൻസ് അച്ഛൻ ഇടവകയിലെ ഓരോ ജനങ്ങൾക്കും സ്നേഹവും ആശ്വാസവും കരുണയും ഉദാത്ത മാതൃകയുമായിരുന്നു. 33 വർഷം ഇടവകയിലെ ദൈവസ്നേഹത്തിൻ്റെ ആൾരൂപമായി ജീവിച്ച ഈ പുണ്യവൈദികൻ 1961 ഫെബ്രുവരി മാസം 20 ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 2011 അദ്ദേഹം ദൈവദാസനായി സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടു. ഇന്ന് ഈ കല്ലറ അദ്ദേഹത്തിൻ്റെ മരണശേഷം 61 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് അനേകായിരങ്ങൾ ഇവിടെ കടന്നു വരികയും ഈ കല്ലറ ആയിരങ്ങൾക്ക് ആശ്വാസവും അത്താണിയുമായി മാറുകയും ചെയ്തിരിക്കുന്നു.